ഇതെന്താണെന്നറിയാം, ജിമ്മിന് പോകുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ദിസ് ഈസ് കോഴിമുട്ട അല്ലേ? എന്താ ഈ കോഴിമുട്ടയുടെ പ്രത്യേകത? പല പ്രത്യേകത ഉണ്ട്. ഈ കോഴിമുട്ട 2 തരത്തിൽ പൊട്ടിക്കാൻ പറ്റും. ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇത് പൊട്ടിക്കാം, മറ്റൊന്ന് ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് പൊട്ടിക്കാം. അഥവാ ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ നിന്നും കോഴിമുട്ട പൊട്ടും, കോഴിമുട്ടയുടെ പുറത്ത് നിന്നും കോഴിമുട്ടയെ പൊട്ടിക്കാൻ പറ്റും. അമ്മ കറക്റ്റ്. ഇതാണ് 2 തരം. പുറത്ത് നിന്നാ പൊട്ടിക്കുന്നതെങ്കിൽ ഈ കോഴിമുട്ട പിന്നെ ഓംപ്ലേറ്റ് ആകും അല്ലേ? ഓംപ്ലേറ്റ് ആകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകും, മറ്റുള്ളവരുടെ തീന്മേശയിലെ ഏറ്റവും നല്ല വിഭവമായിട്ട് മാറും. എന്നാൽ ഈ കോഴിമുട്ട പൊട്ടുന്ന അകത്ത് നിന്നാണെങ്കിൽ ഈ കോഴിമുട്ട പിന്നെ എന്താകുക? ഒരു കോഴിക്കുഞ്ഞാകുന്നു. പുറത്തുനിന്ന് പൊട്ടുമ്പോ മറ്റുള്ളവന്റെ തീന്മേശയിലെ ഒരു ഐറ്റമായി മാറുമ്പോ അകത്ത് നിന്ന് പൊട്ടുമ്പോ ഒരു പുതിയ ജീവിതമായി മാറുന്നു. ഈ കോഴിമുട്ടക്കുള്ളിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? ഒരു കോഴിക്കുഞ്ഞല്ലേ? തെറ്റി. ആ ഒരു കോഴിക്കുഞ്ഞിന് ഒരുപാട് കോഴിമുട്ടകൾ ഉൽപ്പാദിപ്പിക്കാം, അതിൽ നിന്നും ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ പുറമേ നിന്ന് പൊട്ടിയാൽ ഒരു നിമിഷത്തെ ഒരു ഓംപ്ലേറ്റ് ആയി മാത്രം മാറുന്ന ഈ കോഴിമുട്ട അകത്ത് നിന്ന് പൊട്ടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ലൈഫ്സ്, ജീവിതങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. സോ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് മോട്ടിവേഷൻ 2 തരത്തിലുണ്ടാവും. ഒന്ന് ഇന്റേണൽ മോട്ടിവേഷൻ, മറ്റൊന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഞാനൊക്കെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇങ്ങനെ ലോഡ് കണക്കിന് കൊടുക്കുന്ന ആളുകളാണ്. എക്സാമിന് തൊട്ട് മുമ്പ് മോട്ടിവേഷൻ കൊടുക്കാൻ പോവുക. ഇന്ന് തന്നെ 2-3 പ്രോഗ്രാം ഉണ്ട് മോട്ടിവേഷൻ കൊടുക്കല. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് എന്താ ഗുണം? എന്റെ തീന്മേശയിൽ എനിക്ക് നല്ല വിഭവം ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവോ? ടെൽമി ഉണ്ടാവോ? പിന്നെ എന്തിനാ നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കണേ? അതൊരു പ്രചോദനമായി നിങ്ങളുടെ ഉള്ളിൽ നിന്നും സംതിങ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ ഉള്ളിൽ നിന്നും ആ മോട്ടിവേഷൻ പുറത്തേക്ക് വരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ.